എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ പ്രാധാന്യത എന്താണ്? ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം എവിടെയാണ്? നാം എങ്ങനെ ജീവിക്കണമെന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു മാതൃകയുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവരെല്ലാവരും യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരണം. യേശു ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചത്? അത് നമ്മുടെ പാഠപുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ദീർഘദൂര യാത്രകൾ ചെയ്ത അനന്തരം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന, ക്ഷീണിച്ച് തളർന്ന, ഒരു ഭാഗത്ത് വിശ്രമിക്കുന്ന ഒരു ചിത്രമല്ല തിരുവെഴുത്ത് നമുക്ക് തരുന്നത്. യേശു പ്രാർത്ഥിക്കുവാൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. യേശുവിൻ്റെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം പ്രാർത്ഥനയാണ്. യേശു എന്നും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ എന്താണ് ഗുണം? പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടിയുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രിയപ്പെട്ടവരെ, മറുപടി വരാനുള്ള വഴി പ്രാർത്ഥനയാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരം വരുന്ന വഴി പ്രാർത്ഥനയാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മറുപടി വരും എന്നു മാത്രമല്ല, പ്രാർത്ഥനയുടെ നടുവിൽ ശത്രുവിൻ്റെ പരീക്ഷകളിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറുകയാണ്. അല്ലെങ്കിൽ ശത്രുവിൻ്റെ പരീക്ഷകളെ ജയിക്കുവാനുള്ള ദൈവകൃപ നാം പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലാണ്. അപ്പോൾ തന്നെ പ്രാർത്ഥന മറുപടി തരുന്നത് പോലെ, പരീക്ഷയിൽ ജയിപ്പാൻ ശക്തി തരുന്നത് പോലെ, പ്രാർത്ഥന നമ്മെ ചിലത് വഹിക്കുവാനും ചിലത് ചുമക്കുവാനും ചിലത് സഹിക്കുവാനും പ്രാപ്തരാക്കുന്നുണ്ട്. യേശു കർത്താവ് പതിവ് പോലെ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രി ഗെത്സമനയിൽ മുട്ടുകുത്തിയത് മരണവേദന പോലെ വ്യാകുലപ്പെട്ടിട്ടാണ്. ലോകത്തിൻ്റെ പാപം മുഴുവൻ ചുമത്തപ്പെട്ട ആ രാത്രി യേശു കർത്താവ് മൂന്നാമതും പോയി പ്രാർത്ഥിച്ചപ്പോൾ, കഴിഞ്ഞ 2 വട്ടവും പ്രാർത്ഥിച്ചിട്ട് കാണാത്തതൊന്ന്, മൂന്നാമത്തെ നാഴികയിൽ ദൂതനിറങ്ങി ശക്തിപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് മറുപടി വന്നില്ലല്ലോ, ശക്തി വന്നില്ലല്ലോ എന്ന് ഓർത്ത് നിരാശപ്പെടാതെ, പിന്മാറാതെ, യേശുവിൻ്റെ ജീവിതത്തെ ശ്രദ്ധിച്ചു നോക്കി നാം വീണ്ടും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. യേശു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയിൽ മറുപടിയുണ്ട്. പ്രാർത്ഥനയിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാനുള്ള ദൈവകൃപയുണ്ട്. പ്രാർത്ഥനയിൽ ചില ചുമടുകൾ, ചില ഭാരങ്ങൾ, ചില വേദനകൾ ചുമക്കുവാൻ, സഹിക്കുവാനുള്ള ശക്തി വ്യാപരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ ദൈവമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുകയാണ്. പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ ഭാരം നിങ്ങളിലേക്ക് ദൈവം പകരുകയാണ്. നിങ്ങൾ ഇന്ന് പകൽ
നിങ്ങളുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മറക്കരുത്. നിങ്ങൾ പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ജീവിതം നയിക്കാമെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൂടിയേ തീരുകയുള്ളൂ. യേശുവിനെ പോലെ പതിവ് പോലെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.